നമസ്കാരം. എപ്പിസോഡ് 6 സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡു ഇൻ എ സെൻറ്റൻസ് ആണ്. അതായത് ഡു വച്ചുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത്. ഡു എന്ന് വെച്ചാൽ ഡുവിൻ്റെ വെർബാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെർബ് എന്ന് വെച്ചാൽ മലയാളത്തിലാണെങ്കിൽ ക്രിയ എന്ന് പറയും. അതായത് ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഗ്രാമർ സെക്ഷനിലോട്ട് കയറിയിട്ടുണ്ട്. ഡു എന്ന് പറയുന്നത് ക്രിയ എന്ന് പറയുമ്പം അതിൻ്റെ വെർബിൻ്റെ അർത്ഥമാണ് ഈ ക്രിയ. ക്രിയ എന്ന് വെച്ചാൽ മലയാളം മീനിങ് ആർക്കെങ്കിലും അറിയാമോ? ഇതാണ് പ്രശ്നം. നമ്മൾ ഗ്രാമർ പഠിക്കാൻ പോകുമ്പം ആക്ച്വലി നമ്മൾ എന്ത് സംഭവത്തിൻ്റെ ഗ്രാമറാണോ പഠിക്കുന്നത് അതിൻ്റെ മലയാളവും നമുക്കറിയത്തില്ല. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ കറക്റ്റായിട്ട് നമ്മൾ പഠിക്കാൻ സാധിക്കാഞ്ഞു പോയത്. സോ അതുകൊണ്ടാണ് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ ആദ്യം സംഭാഷണങ്ങൾ പഠിച്ചിട്ടാണ് പിന്നീട് നമ്മൾ ഗ്രാമറിലോട്ട് കടക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ സംഭാഷണങ്ങൾ പഠിച്ചാൽ മാത്രം മതി. നമ്മൾ ഏതൊരു ഭാഷയും പഠിക്കുമ്പോൾ സംഭാഷണങ്ങൾ പഠിച്ചിട്ട് സംസാരിക്കുന്നതായിരിക്കും ഏതൊരു ഭാഷയും പഠിക്കാൻ നമുക്ക് എളുപ്പം. നമ്മളിപ്പോൾ ഹിന്ദി സംസാരിക്കുന്നു, പല ലാംഗ്വേജുകൾ സംസാരിക്കുന്നു. നമ്മളതിൻ്റെ ഗ്രാമർ വശങ്ങളൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല, പക്ഷേ നമ്മൾ ഓട്ടോമാറ്റിക്കലി സംസാരിക്കുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളും പോകുന്നത്. സോ ഇന്നെന്തായാലും നമ്മൾ ഡൂവിനെ പറ്റി നമുക്ക് അതിനൊരു 2 വശങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ ഡൂവിന് മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ സെൻറ്റൻസിനും അങ്ങനെയാണ്. അപ്പം ഈ ഡൂ വെച്ചുള്ള കുറച്ച് സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഡൂ എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് ഡൂ എന്ന് പറയുന്നത്. ഡൂ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ഉദ്ദേശിക്കുന്നതാണ്. എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിനെ ഡൂ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സെക്ഷനിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു അഡ്വൈസ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെങ്കിലും നിങ്ങൾ മറ്റുള്ളവരോട് ഇംഗ്ലീഷ് സംസാരിക്കണം. ചെറിയ അറിവ് മതി. ചെറിയ അറിവിൽ നിങ്ങൾ കോൺഫിഡൻറ്റോടെ നിങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് കൊള്ളത്തില്ല, തെറ്റാണ്, അങ്ങനെ പറയുന്നവർക്ക് കൂടെ നിങ്ങൾ മാറി നിൽക്കണം. അങ്ങനെയുള്ളവരുടെ ഒരു അഡ്വൈസും കേൾക്കരുത്. കാരണം അങ്ങനെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ മടിക്കും. കാരണം ഞാൻ പറയുന്ന ഇംഗ്ലീഷ് മോശമല്ലേ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും ഇംഗ്ലീഷ് ധൈര്യത്തോടെ ആരുടെ മുന്നിലും പറയത്തില്ല. സോ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റാണെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാവൂ. ഇംഗ്ലീഷിൽ കുറച്ചെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നീട് നമ്മൾ കറക്റ്റായി നേരെയായി വരും. പിന്നീട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് തന്നെ റിസർച്ച് ചെയ്ത് ഓരോ വാക്കുകളും എങ്ങനെയാണ് വരുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിക്കും. നിങ്ങളിപ്പോഴേ ഉപയോഗിച്ചാൽ ഇംഗ്ലീഷ് നിങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ. സോ അതാണ് ഇംഗ്ലീഷ് പഠിക്കുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് പറയുന്നവരെ നിങ്ങളുടെ ഇംഗ്ലീഷ് തെറ്റാണെങ്കിലും നിങ്ങളുടെ കോൺഫിഡൻറ്റിനെ നിരുത്സാഹപ്പെടുത്തുന്നവരുടെ കൂടെ ഒരിക്കലും നിൽക്കരുത്. അങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത്. ദയവിത് അറ്റൻഡ് ചെയ്ത് ഒരിക്കലും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല. ഇതെല്ലാം ഞാൻ കടന്നുപോയൊരു മേഖലയാണ്. എനിക്ക് ഇതേപോലെ ഒരു അഡ്വൈസ് കിട്ടിയതാണ്. തെറ്റ് സംസാരിക്കരുതെന്ന്, ഇംഗ്ലീഷ് തെറ്റ് നമ്മൾ സംസാരിച്ച് ശീലിക്കരുതെന്ന്. ആ ഒരു അഡ്വൈസ് കേട്ടതിന് ശേഷം ഞാൻ ഇംഗ്ലീഷ് കുറേ നാളത്തേക്ക് സംസാരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. കാരണം എനിക്കൊരു തോന്നല ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടായിരുന്നു, പക്ഷേ ഞാൻ സംസാരിക്കാതിരുന്നത് മൂലം എനിക്ക് ഒരു നേട്ടവും ഉണ്ടായില്ല. സോ അതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുക, തെറ്റാണെങ്കിലും നിങ്ങളത് സംസാരിക്കുക. സോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലോട്ട് കിടക്കാം. ഡു വെച്ചുള്ള കുറേ സെൻറ്റൻസാണ്. ഡു എന്ന് വെച്ചാൽ ചെയ്യുക, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിനെ ആണ് ഡു എന്ന് പറയുന്നത്. അപ്പം ഡു 2 രീതിയിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കും. ഒന്ന് ഇത് സെൻറ്റൻസിൽ ഉപയോഗിക്കും. പിന്നെ ഡൂവിൻ്റെ വേറൊരു ഫോമുണ്ട്. ഡു നമ്മളെ ചോദ്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഈ ഡു എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കും. ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡു വെച്ചുള്ള കുറച്ച് സെൻറ്റൻസ്, ചെയ്യുക, പ്രവർത്തിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന കുറച്ച് സെൻറ്റൻസ് പറഞ്ഞു നിർത്താം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡു വെച്ചുള്ള ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് ഡു വെച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളത്, അങ്ങനെ കുറച്ച് സെൻറ്റൻസുകൾ നമ്മൾ വെച്ച് നിർത്തുന്നത്. ഇതൊക്കെയാണ് ബേസിക് സെൻറ്റൻസുകളെ പറയുന്നുള്ളൂ. ബേസിക് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത്. വേറൊന്നും കഠിനമായ വാക്കുകളും സെൻറ്റൻസുകളും ഒന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ല. സോ ഈ പറയുന്ന സെൻറ്റൻസുകൾ, ഈ പറയുന്ന കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അത് എഴുതി വെച്ച് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ആശയം പിടിക്കും. പിന്നെ നിങ്ങളിത് ഓട്ടോമാറ്റിക്കായിട്ട് ഉപയോഗിക്കുന്നതുമായിരിക്കും. സോ നമുക്ക് നമ്മുടെ സെൻറ്റൻസിലോട്ട് കിടക്കാം. നമ്മൾ കുറച്ച് സെൻറ്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എക്സാമ്പിൾ, ഡു യുവർ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ നീ നിൻ്റെ ഹോംവർക്ക് ചെയ്യാനാണ്. പേരൻസൊക്കെ ആണെങ്കിൽ പിള്ളേരോട് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ സീരിയലിലാക്കണം. ഡു യുവർ ഹോംവർക്ക് എന്ന് വെച്ചാൽ ഹോംവർക്ക് ചെയ്യാമെന്നാണ് അതിൻ്റെ അർത്ഥം. ഡു ഇറ്റ് ബൈ യുവർ സെൽഫ് നീ തന്നെ അത് ചെയ്യണമെന്ന് ആണ് അതിൻ്റെ അർത്ഥം. പേരൻസൊക്കെ പിള്ളേരോട് പറയത്തില്ല ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്, നീ സ്വയം അത് ചെയ്യണോ, അതാണ് അതിൻ്റെ അർത്ഥം. ഡു ഇറ്റ് ബൈ യുവർ സെൽഫ് എന്ന് പറയുന്നത് നീ തന്നെ അത് ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം. ടെൽ മീ വാട്ട് ടു ഡു എന്ന് വെച്ചാൽ എന്നാണ്, എന്തോ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞാലും
ഇപ്പം ഞാൻ പറയുന്ന മലയാളം അർത്ഥം ഞാൻ എൻ്റെ ഭാഷയിലാണ്, എൻ്റെ നാട്ടിലെ ഭാഷയിലാണ് ഞാൻ കൺവേർട്ട് ചെയ്ത് പറയുന്നത്. നിങ്ങളതിൻ്റെ ആശയം നിങ്ങളുടെ നാട്ടിലെ, നിങ്ങളിപ്പോൾ മലപ്പുറംകാരനാണെങ്കിൽ മലപ്പുറംകാരൻ്റെ ആശയത്തിലോട്ട് കൺവേർട്ട് ചെയ്തു പോകണം. കോഴിക്കോടുകാരനാണെങ്കിൽ കോഴിക്കോട്, എറണാകുളമാണെങ്കിൽ എറണാകുളം, തിരുവനന്തപുരംകാരനാണെങ്കിൽ തിരുവനന്തപുരംകാരൻ്റെ ആശയത്തിലോട്ട്. ടെൽ മീ വാട്ട് ടു ഡു, എന്നോട് പറ ഞാൻ എന്ത് ചെയ്യണമെന്ന്. അതാണ് ആ വീടിൻ്റെ അർത്ഥം. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ആശയം കൺവേർട്ട് ചെയ്യണമെന്ന് പറയുന്നത്, കാരണം ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങളുടെ ആശയത്തിൽ നിങ്ങളുടെ നാട്ടിലെ നിങ്ങൾക്കൊരു മെൻറ്റാലിറ്റി കാണുമല്ലോ, അതിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് മാറ്റുന്നതാണ് ഏറ്റവും ബെറ്റർ. അതായിരിക്കും ഏറ്റവും എളുപ്പം. ആ ആശയമാണ്, നമ്മുടെ ആശയമാണ് ലാംഗ്വേജായിട്ട് പുറത്ത് വരുന്നത്. സോ നിങ്ങളുടെ ലാംഗ്വേജിലായിട്ട് ഞാൻ പറയുന്ന മലയാളത്തിനെ ആക്കിയിട്ട് നിങ്ങൾ സംസാരിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ. ഞാൻ പറയുന്നത് എൻ്റെ ശൈലിയാണ്, എൻ്റെ നാട്ടിലെ ശൈലിയിലാണ്. ഐ വിൽ ഡു ഇറ്റ്. അടുത്ത സെൻറ്റൻസ് ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാം. ഐ വിൽ ഡു ഇറ്റ്, ഞാനത് ചെയ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നിങ്ങൾ ഒരുപാട് സീരിയലിലും സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ഡയലോഗ്, ഐ വിൽ ഡു, ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്യാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഐ വിൽ ഡു മൈ ബെസ്റ്റ്, ഞാൻ എൻ്റെ കഴിവിൻ്റെ എൻ്റെ കഴിവിൻ്റെ ടോപ്പിൽ ഞാനത് ചെയ്യും എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്കതിൻ്റെ മലയാളം കിട്ടുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മലയാളത്തിലോട്ടാക്കി ഞാൻ കൺവേർട്ട് ചെയ്താൽ ഐ വിൽ ഡു എൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഞാനത് ചെയ്യും. ഐ വിൽ ഡു മൈ ബെസ്റ്റ്. അടുത്തത് ടെൽ മീ വാട്ട് ടു ഡു, എന്നോട് പറ ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നോട് പറ എന്നാണ് അതിൻ്റെ അർത്ഥം. ടെൽ മീ എന്ന് പറഞ്ഞാൽ എന്നോട് പറ, വാട്ട് ടു ഡു എന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് പറ, അതാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് പ്ലീസ് ഡു ദാറ്റ് അഗെയിൻ, ദയവായി അതൊന്നുകൂടെ ചെയ്താൽ. നിങ്ങൾ സാധാരണ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്, പ്ലീസ് ഡു ദാറ്റ് അഗെയിൻ, ഒന്നുകൂടെ ഒന്ന് ചെയ്തേ എന്നാണ് അതിൻ്റെ ആ വാക്കിൽ വരുന്നത്. പ്ലീസ് ഡു ദാറ്റ് അഗെയിൻ, ഒന്നുകൂടെ അതൊന്ന് ചെയ്തേ. ഹീ ഈസ് അണേബിൾ ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കത്തില്ലെന്ന്. അണേബിൾ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന്, അദ്ദേഹത്തിന് ഇപ്പോൾ അതിനെക്കൊണ്ട് പറ്റത്തില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഹീ ഈസ് അണേബിൾ ടു ഡു ഇറ്റ്. ഇവിടെയെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഡൂവിൻ്റെ അർത്ഥം ചെയ്യുക എന്നുള്ള ഒരു മീനിങ്ങിലാണ് വരുന്നത്. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിലാണ് ഡു ഇവിടെ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത് ഹീ ക്യാൻ ഡു ഇറ്റ്, അവനത് ചെയ്യാൻ കഴിയും. ഹീ ക്യാൻ ഡു ഇറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഡു ഇറ്റ് അഗെയിൻ, നമ്മൾ ഇതൊക്കെ ഡു ഇറ്റ് അഗെയിൻ നിങ്ങൾ ഒരുപാട് കേട്ടു. ഡു ഇറ്റ് അഗെയിൻ എന്ന് വെച്ചാൽ വീണ്ടും ഒന്ന് ചെയ്തെന്നാണ് അതിൻ്റെ അർത്ഥം. ഡു ഇറ്റ് അഗെയിൻ. പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്, പ്ലീസ് അതെന്നോട് ചെയ്യരുത്, എന്നോട് നിന്നില്ല, പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. പ്ലീസ് ഡോണ്ട്, നിങ്ങളത് പല സീരിയലുകളിലും പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഇവിടെയും ഡൂവിൻ്റെ അർത്ഥം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുക എന്നതിനെ പറ്റിയാണ്. സോ ഇതാണ് ഡൂവിൻ്റെ ഒരു ഫോം. ഡൂവിൻ്റെ ഇത്ര എക്സാമ്പിൾ നിങ്ങൾ ഒന്ന് മനസ്സിലോർത്ത് വെച്ചാൽ ഡൂ എന്ന് പറയുന്ന സംഭവം ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടും. ഡൂ എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി വെക്കുക, റിവൈസ് ചെയ്യുക. കാണാതെ ബൈഹാർട്ട് ചെയ്യുന്നവർ ബൈഹാർട്ട് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി സന്ദർഭങ്ങളിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വായിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും അറിയാതെ നമ്മൾ ഡൂ ഒക്കെ നമ്മുടെ വായിൽ കയറി വരും. സോ അല്ലെങ്കിൽ റിവൈസ് ചെയ്യുക, ഡെയിലി വായിക്കുക. ഞാൻ റിവൈസിങ് ആയിരുന്നു, കുറേ സെൻറ്റൻസൊക്കെ ഞാൻ ബൈഹാർട്ട് ചെയ്യുമായിരുന്നു, ചില സെൻറ്റൻസൊക്കെ മറന്നു പോകുന്നത്. ബാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ച് ഡെയിലി ഞാൻ പേപ്പറിൽ എഴുതി ഇടുമായിരുന്നു, ഇങ്ങനെ ഓരോ കോൺവെർസേഷൻ സെൻറ്റൻസ്. അപ്പോൾ സ്ഥിരം ഇങ്ങനെ വായിക്കുമായിരുന്നു. വായിച്ച് പിന്നീട് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഇംഗ്ലീഷ് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ബ്രെയിൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് തരും. നമ്മളെന്താ ആശയം നമ്മൾ ബ്രെയിനിലെടുത്തു, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിൻ അത് കറക്റ്റ് സമയത്ത് ഔട്ട്പുട്ട് തരും. സോ അതുകൊണ്ട് ഇങ്ങനെ സെൻറ്റൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡൂവിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോക്കുന്നത്. ഡൂ വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ, അന്നേരം അവിടെ ആ ക്വസ്റ്റ്യനിൽ ഡൂവിൻ്റെ അർത്ഥം എങ്ങനെയാണ് മാറുന്നത് നോക്കുക. ഇങ്ങനത്തെ രണ്ട് ഡിഫറൻസേ ഉള്ളൂ ഡൂവിൻ്റെ ഉപയോഗം ഇംഗ്ലീഷിൽ. അതുകൊണ്ട് ഡൂവിൻ്റെ പരിപാടി തീർന്നു. സോ ഇതാണ് ഇന്നത്തെ എക്സാമ്പിൾ. സോ വളരെ ഈസിയാണ്. ഇത്രയും പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി ഏതൊക്കെ ബുക്ക് വായിച്ചാലും ആരൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് എല്ലാം പിടികിട്ടും സംഭവം ഇതാണെന്ന്. സോ ഡൂ വെച്ചുള്ള ഇത്രയും സെൻറ്റൻസിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഈ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ആയിരിക്കും, ഡൂവിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.